ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ക്ലെൻസിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബ്രൈഡിൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ക്ലെൻസ് ചെയ്തില്ല എങ്കിൽ ആ മേക്കപ്പ് ഫുള്ളും പോകാനായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മോശമാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് മുതൽ നമ്മൾ മേക്കപ്പിൻ്റെ സെറ്റിംഗ് സ്പ്രേ അടിച്ച് ഫിക്സ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിലാദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ്. നമുക്ക് മാർക്കറ്റിൽ ഓരോ തരത്തിലുള്ള ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇപ്പം നമ്മുടെ ബ്രൈഡിൻ്റെ സ്കിന്ന് ഓയിൽ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് വീണ്ടും ആ സ്കിന്നിന് ഓയിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഒരുപാടായിരിക്കും. അപ്പം ആ സ്കിന്നുകൾക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട ഓയിൽ റിമൂവ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലെൻസേഴ്സാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള ക്ലെൻസേഴ്സാണുള്ളത്. ഒന്ന് മിനിമലിസ്റ്റിൻ്റെത്. ഇത് നമുക്ക് നമ്മുടെ ബ്രൈഡിൻ്റെ സ്കിന്നിന് ഹൈഡ്രേറ്റിംഗ് ഈർപ്പം നിലനിർത്തുന്ന വിധത്തിലുള്ള ക്ലെൻസറാണ്. രണ്ടാമത് എൻ്റെ കയ്യിലിരിക്കുന്ന ക്ലെൻസർ ഫേസ് പാക്കിൻ്റെ മിൽക്കി ഫോമിംഗ് ക്ലെൻസറാണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ റിമൂവ് ചെയ്ത് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പം ഇതേപോലുള്ള ടിപ്പ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ താങ്ക് യു.